ഓം ശാന്തി 23/1/2025. ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ്: മധുരമായ കുട്ടികളെ, മുഖ്യമായ 2 കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. 1. ബാബയെ ഓർമ്മിക്കൂ. 2. 84 ജന്മത്തിൻ്റെ ചക്രത്തെ അറിയൂ. എങ്കിൽ എല്ലാ പ്രശ്നങ്ങളും സമാപ്തമാകും. ചോദ്യം: ശ്രീകൃഷ്ണൻ്റെ മഹിമ പാടുമ്പോൾ ഉപയോഗിക്കാത്ത ഏതെല്ലാം വാക്കുകളാണ് ബാബയുടെ മഹിമ പാടുമ്പോൾ വരുന്നത്? ഉത്തരം: വൃക്ഷപതി ഒരു ബാബയാണ്. ശ്രീകൃഷ്ണനെ വൃക്ഷപതി എന്ന് പറയാൻ സാധിക്കില്ല. പിതാക്കന്മാരുടെയും പിതാവെന്നും പതിമാരുടെയും പതിയെന്നും ഒരു നിരാകാരനെയാണ് പറയുന്നത്, ശ്രീകൃഷ്ണനെയല്ല. രണ്ടുപേരുടെയും മഹിമ വേർതിരിച്ച് സ്പഷ്ടമാക്കൂ. ചോദ്യം: നിങ്ങൾ കുട്ടികൾ ഗ്രാമങ്ങളിൽ ഏത് പെരുമ്പറ മുഴക്കണം? ഉത്തരം: ഗ്രാമങ്ങളിൽ ഈ പെരുമ്പറ മുഴക്കൂ: മനുഷ്യനിൽ നിന്നും ദേവതയാകും, നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാകും. മാറേണ്ടതിങ്ങനെയാണെന്ന് വന്ന് മനസ്സിലാക്കൂ. സ്ഥാപനയും വിനാശവും എങ്ങനെയുണ്ടാകുന്നു എന്ന് വന്ന് മനസ്സിലാക്കൂ. പുരുഷോത്തമനായി മാറാൻ ഗീതയുടെ ഭഗവാൻ ജ്ഞാനം നൽകുന്നുണ്ട്. വൃക്ഷപതി ഒരു ബാബയാണ്. ബാബ നമുക്ക് പിതാവാണ്, പതി കൂടിയാണ്. ബാബയെ പതിമാരുടെയും പതിയെന്നും പിതാക്കന്മാരുടെ പിതാവെന്നും പറയുന്നു. ബാബ പറയുകയാണ്: എന്നെ ഓർമ്മിക്കൂ, ഒപ്പം 84 ജന്മത്തിൻ ചക്രത്തെയും ഓർമ്മിക്കൂ. ആർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ, അഥവാ മനുഷ്യരിൽ നിന്നും ദേവതയായി മാറാൻ ആഗ്രഹമുണ്ടോ, അവർക്കാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഒരേ ഒരു ലക്ഷ്മിനാരായണന്റെ ചിത്രം അഥവാ ബാഡ്ജ് കാണിച്ചു കൊടുക്കണം. ബാബയിലൂടെ വിഷ്ണുപുരിയുടെ അധികാരിയായി മാറാൻ സ്ഥാപിക്കും. ബാബ സ്വർഗത്തെ സ്ഥാപിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇതുപോലെ ആയിത്തീരണം. ബാബ പറയുന്നു: ഉയർന്നതിലും ഉയർന്നത് ഞാനാണ്, എന്നെ ഓർമ്മിക്കൂ. ഇത് വശീകരണ മന്ത്രമാണ്. ബാബ പറയുന്നു: എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും, വിഷ്ണുപുരിയിലേക്ക് പോകും. മനുഷ്യർ അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ ഉറങ്ങിക്കഴിയുകയാണ്. അജ്ഞാനമെന്ന് പറയുന്നത് ഭക്തിയാണ്. ജ്ഞാനത്തിൻ്റെ സാഗരം ബാബയാണ്. ആരാണോ വളരെ ഭക്തി ചെയ്യുന്നത് അവർ ഭക്തിയുടെ സാഗരമാണ്. ഭക്തരുടെയും മാലയുണ്ടല്ലോ. നിങ്ങൾക്ക് ഏത് സത്സംഗത്തിലും പോയി അവരുടെ കൂടെ ഇരിക്കാം. ഹനുമാന്റെ ഉദാഹരണമുണ്ടല്ലോ. എവിടെ സത്സംഗമുണ്ടെങ്കിലും അവിടെ പോയി ചെരുപ്പിന് മുകളിൽ ഇരിക്കുമായിരുന്നു. നിങ്ങളും ചാൻസ് എടുക്കണം. നിങ്ങൾക്ക് വളരെ സേവനം ചെയ്യാൻ സാധിക്കും. ജ്ഞാനത്തിൻ്റെ പോയിന്റുകൾ ബുദ്ധിയിൽ ഉണ്ടാകുമ്പോഴാണ് ജ്ഞാനത്തിന് ലഹരി ഉണ്ടാകുന്നത്, സേവനത്തിൽ സഫലതയുണ്ടാകുന്നത്. സേവനത്തിന് അനേക യുക്തികളുണ്ട്. രാമായണം, ഭാഗവതം ഇവയിലെല്ലാം വളരെയധികം കാര്യങ്ങളുണ്ട്. അതിലെല്ലാം നിങ്ങളുടെ ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം. എന്നാൽ അന്ധവിശ്വാസം പോലെ സത്സംഗത്തിൽ പോയി ഇരുന്നിട്ട് കാര്യമില്ല. പറയൂ: ഞങ്ങൾക്ക് താങ്കളുടെ മംഗളം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഭക്തി വേറെയാണ്, ജ്ഞാനം വേറെയാണ്. ധാരണയ്ക്കുള്ള പോയിന്റ് 1. ബാബ എന്ത് വശീകരണ മന്ത്രമാണോ തന്നിരുന്നത് അത് എല്ലാവരെയും ഓർമ്മിപ്പിക്കണം. സേവനത്തിൻ്റെ വ്യത്യസ്തമായ യുക്തികൾ രചിക്കണം. ആൾത്തിരക്കിൽ തൻ്റെ സമയത്തെ വേസ്റ്റാക്കരുത്. രണ്ടാമത്തെ പോയിന്റ്: ജ്ഞാനത്തിൻ്റെ പോയിന്റുകൾ ബുദ്ധിയിൽ വെച്ച് ജ്ഞാനത്തിൻ്റെ ലഹരിയിലിരിക്കണം. ഹനുമാനെ പോലെ സത്സംഗത്തിൽ പോയിരിക്കണം. അവരുടെ സേവനം ചെയ്യണം. സന്തോഷമായിരിക്കുന്നതിനു വേണ്ടി മുഴുവൻ ദിവസവും സേവനം ചെയ്യണം. വരദാനം: ഞാൻ എൻ്റെ എന്നതിനെ ബലിയർപ്പിക്കുന്ന സമ്പൂർണ്ണ മഹാബലിയായി ഭവിക്കൂ. പരിധിയുള്ള ഏതെങ്കിലും വ്യക്തി അഥവാ വൈഭവങ്ങളിൽ മമത്വം ഇതുതന്നെയാണ് എൻ്റേതെന്ന ഭാവം. ഈ എൻ്റേതിനെയും ഞാൻ ചെയ്യുന്നു, ഞാനാണ് ചെയ്തത്, ഈ എൻ്റേതെന്ന ഭാവത്തെയും സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നവർ, അതായത് ബലിയർപ്പണം ചെയ്യുന്നവർ തന്നെയാണ് മഹാബലി. എപ്പോൾ പരിധിയുള്ള ഞാൻ എൻ്റെ എന്ന ഭാവം സമർപ്പണമാകുന്നുവോ അപ്പോൾ സമ്പൂർണ്ണം അഥവാ ബാബയ്ക്കു സമാനമാകും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയാകരുത്, ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ബാബ നടത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് കാര്യമാണെങ്കിലും ഞാൻ എന്നതിന് പകരം സ്വാഭാവിക ഭാഷയിലാണെങ്കിൽ പോലും ബാബ എന്ന വാക്കേ വരാവൂ, ഞാൻ എന്ന വാക്കല്ല. സ്ലോഗൻ: സങ്കല്പങ്ങളിൽ അങ്ങനെയുള്ള ദൃഢത ധാരണ ചെയ്യൂ. അതിലൂടെ ചിന്തിക്കലും ചെയ്യലും സമാനമാകട്ടെ. ഓം ശാന്തി.